എൻമാസ് ഡിസെക്ഷൻ. ആദ്യത്തെ എൻമാസ് ഡിസെക്ഷൻ. മാസിൻ്റെ അകത്ത് തന്നെ ലെറ്റ്യൂൾ, ലാർജ് മാസ് എന്ന് പറയുന്ന പോലെ ലെറ്റ്യൂൾ ടെക്നിക്ക് എൻമാസ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദ ഇൻറ്റസ്റ്റൈൻസ് ആർ യൂഷ്വലി റിമൂവ്ഡ് സെപ്പറേറ്റ്ലി ബിഫോർ ദ remaining organs, since they conceal the abdominal area of the dissection and are rarely the source of major or fatal disease. നമുക്കറിയാം, ഇൻറ്റസ്റ്റൈൻസ് ആദ്യമേ അങ്ങ് നമ്മൾ റിമൂവ് ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട്. കാരണം ബിഫോർ ദ റിമൈനിങ് ഓർഗൻസ്. കാരണം അത് നമ്മളെ ഇൻറ്റസ്റ്റൈൻ അവിടെ അബ്ഡോമിനൽ ഏരിയ, അവിടെ പല ഡിസെക്ഷനും ഏരിയാസ് ഉണ്ട്, അതെല്ലാം കൺസീലായി പോകും, കാണാതായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ മാത്രമല്ല, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വളരെ റെയറായിട്ടുള്ള അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കത്തുള്ളൂ. എൻമാസ് അല്ലെങ്കിൽ ലെറ്റ്യൂൾ. ഇൻറ്റസ്റ്റൈൻ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെക്ക് ചെയ്യണം, അത് ഓപ്പൺ ചെയ്യണം. സിഗ്മോയ്ഡ് കോളോൺ ഫസ്റ്റ് മസ്റ്റ് ബി ലൊക്കേറ്റഡ്. നമ്മുടെ സിഗ്മോയ്ഡ് കോളോൺ ഏതാണെന്ന് ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്യണം. Scalpel strokes must be made posteriorly into the mesentery to liberate this section of the large intestine. നമ്മൾ സിഗ്മോയ്ഡ് കോളോൺ ഫസ്റ്റ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് സ്കാൽപ്പൽ സ്ട്രോക്ക് മസ്റ്റ് ബി മെയ്ഡ് പോസ്റ്റീരിയർലി ഇൻ ടു ദ mesentery to liberate this section of the large intestine. Mobilization can be aided by manually the grasping the outer wall of the bowel and pulling the structure anteriorly. ആൻറ്റീരിയറിലുള്ള സ്ട്രക്ചർ അതിന് എടുക്കണം. സിമിലർ ഡിസെക്ഷൻ ഈസ് കണ്ടിന്യൂഡ് പ്രോക്സിമലി ടു ലിബറേറ്റ് ദ ഡിസെൻഡിങ് കോളം. അതുപോലെ തന്നെ സ്പ്ലെനിക് ഫ്ലെക്ഷർ, ട്രാൻസ്വേഴ്സ് കോളമ, ഹെപ്പാറ്റിക് ഫ്ലെക്ഷർ, അസെൻഡിങ് കോളമ, സീക്കമ, അപ്പൻഡിക്സ്. അവോയ്ഡ് ഡാമേജിങ് ദ സ്പ്ലീൻ ആൻഡ് ലിവർ. നമ്മൾ ലിവറിനെയും സ്പ്ലീനെയൊക്കെ അവോയ്ഡ് ഡാമേജ് ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. വൈറ്റ് ഡിസെക്റ്റിംഗ് ദ സ്പ്ലെനിക് ആൻഡ് ഹെപ്പാറ്റിക് ഫ്ലെക്ഷർ. സ്പ്ലെനിക്കും നമ്മുടെ ലിവർ ഫ്ലെക്ഷറും ഒക്കെ ഡിസെക്റ്റ് ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ചോണം. പിന്നീട് ഡിയോഡിനോ ജജനൽ ജംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ഡിയോഡിനോ ജജനൽ ജംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് കാണപ്പെടുന്നത് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിനീത്ത് ദ ലോവർ ബോർഡർ ഓഫ് ദ സ്റ്റൊമക്ക്. വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ ജസ്റ്റ് ബിനീത്ത് ദ ലോവർ ബോർഡർ ഓഫ് ദ സ്റ്റൊമക്ക്. അവിടെയാണ് ഡിയോഡിനോ ജജനൽ ജംഗ്ഷൻ ഇരിക്കുന്നത്. ഡിയോഡിനോ ജജനുമായിട്ടുള്ള ജംഗ്ഷൻ ഇരിക്കുന്നത് ദെൻ ഐഡൻറ്റിഫൈ വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ബിനീത്ത് ദ ലോവർ ബോർഡർ ഓഫ് ദ സ്റ്റൊമക്ക്. എന്നിട്ട് 2 ligatures or clamps are put around the bowel in this region roughly 3 centimeter. 3 സെൻറ്റിമീറ്റർ എപ്പാർട്ടിലായിട്ട് 2 കെട്ടുകൾ, 2 ലൈഗേച്ചർ, ഒരു ക്ലാമ്പ് പുട്ട് ചെയ്യണം. ആൻഡ് ദ സ്മോൾ ബവൽ ഈസ് കട്ട് ഇൻ ബിറ്റ്വീൻ ദീസ് 2 ligature. അത് കഴിഞ്ഞ് റൈസ് ദ കട്ടൻറ്റ് ഓഫ് ദ ഡിസ്റ്റൽ സൈഡ് ആൻഡ് വിത്ത് ദ യൂസ് ഓഫ് സിസേഴ്സ് ഓർ എ സീരീസ് ഓഫ് കൺട്രോൾഡ് സ്വീപ്പിംഗ് മോഷൻ വിത്ത് എ സ്കാൽപ്പൽ ബ്ലേഡ് പിന്നെ മീസെൻറ്റർ റിമൂവ് ചെയ്യുക ഫ്രം ദ ഇൻറ്റസ്റ്റൈനൽ വോള്. ദിസ് ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ ടു ദ എൻഡ് ഓഫ് ദ ഇലിയം വിത്ത് ഈച്ച് സക്സസീവ് സെഗ്മെൻറ്റ് ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ വിത്ത് ബീം lifted and dissected in the same manner. അതുപോലെ തന്നെ ഇലിയോ സീക്കൽ ജംഗ്ഷൻ ഷുഡ് കൺവേർജ് ചെയ്യണം. ബട്ട് ഓൾ ദ ഫൈനൽ പീസ് ഓഫ് ദ ബബിൾ ക്യാൻ നൗ ബി റിമൂവ്ഡ്. പിന്നെ റെക്റ്റം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ലൂമിനൽ കണ്ടൻസ് ഹാവ് ബീൻ മസാജ്ഡ് back up to the sigmoid colon and sagittal section is made across the rectum beginning about 3 cm posterior to the anorectal junction to cut through any remaining soft tissue attachments in the rear. എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുക. ദിസ് ഈസ് കണ്ടിന്യൂഡ് ഡിസ്റ്റലി ടു ദ ടെർമിനൽ ഇലിയം ലിഫ്റ്റിംഗ് ദ സബ്സിക്വൻറ്റ് പാർട്ട് ഓഫ് ദ ബവൽ as the preceding section is dissected. അങ്ങനെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ഓർഗൻസ് ക്യാൻ ബി എവിസറേറ്റഡ് എയ്തർ ബൈ സ്റ്റാർട്ടിങ് അറ്റ് ദ പെൽവിസ് ആൻഡ് വർക്കിംഗ് സുപ്പീരിയർലി ഓർ ബൈ സ്റ്റാർട്ടിങ് അറ്റ് ദ മൗത്ത് ആൻഡ് ഫയറിങ്സ് ആൻഡ് വർക്കിംഗ് ഇൻഫീരിയർലി.
മെത്തേഡ് ഡെവലപ്ഡ് ബൈ ലെറ്റ്യൂൾ. ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ലെറ്റ്യൂൾ എന്നുള്ള ആളാണ്. ബേസ്ഡ് ഓൺ ദ എർലിയർ അപ്രോച്ച് ആൻഡ് ബിഗിൻസ് വിത്ത് എ ബ്ലണ്ട് ഡിസെക്ഷൻ ഓഫ് ദ പെൽവിക് ഓർഗൻസ്. Pelvic structures should be forwarded by the dissector's hand, beginning at the lowest part of the exposed abdominal content and working retroperitoneal and inferiorly. എന്നിട്ട് ഫോഴ്സിബിലി നമ്മുടെ ഈ ഓർഗൻസ് സെപ്പറേറ്റ് ചെയ്യണം ഫ്രം ദ ലാറ്ററൽ വോൾ. റിക്വേഴ്സ് സ്ട്രോങ് ഫിംഗേഴ്സ്. ആൻഡ് ദിസ് ഡിസെക്ഷൻ ഷുഡ് ബി ക്യാരിഡ് ഔട്ട് as far as feasible around the rectum, bladder and prostate gland in male individuals and the internal genitalia in females. പിന്നീട് ഈ ഓർഗൻസ് എല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ദ നോൺ ഡോമിനൻ്റ് ഹാൻഡ് ഗ്രാസ്പ് ഓർഗൻ കളക്റ്റീവ്ലി ആൻഡ് അപ്ലൈ സ്ട്രോങ് ട്രാക്ഷൻ. ഒരു ഫോഴ്സ് കൊടുക്കണം അപ്പർ ഡയറക്ഷൻ ആസ് ദ ലാർജ് നൈഫ് ഈസ് യൂസ്ഡ് ടു കട്ട് ദ ക്ലോസ് ദ മോസ്റ്റ് ഇൻഫീരിയർ ടിഷ്യൂ ആസ് ക്ലോസ് ടു ദ പെൽവിക് ബോൺസ് ആർ ഫീസിബിൾ. സം ഓഫ് ദിസ് ഡിസെക്ഷൻ വിൽ ഹാവ് ടു ബി ഡൺ വിത്ത് എ റെസ്ട്രിക്റ്റഡ് ഡയറക്റ്റഡ് വിസിബിലിറ്റി. Thus, extreme caution with the controlled knife cuts is required at this stage. അതുപോലെ തന്നെ നമ്മൾ വെൻ ഡിസെക്റ്റിംഗ് മെയിലിനെ ഡിസെക്റ്റ് ചെയ്യുമ്പോൾ ദ ഡിസെക്ഷൻ വിൽ പ്രൊസീഡ് ജസ്റ്റ് ഡിസ്റ്റൽ ടു ദ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, which is a good place to get a grasp and apply the necessary traction. അതുപോലെ തന്നെ ഫീമെയിൽസിനെ ഡിസെക്റ്റ് ചെയ്യുമ്പോൾ സെർവിക്സ് as the traction site after the soft tissue of the upper vaginal wall have been sliced. Incision പിന്നീട് then expanded laterally to cut the external iliac vessels and any nearby soft tissue using the same knife. അതുപോലെ തന്നെ ഇൻസ്പെക്ട് ചെയ്യുക ദ സിവേർഡ് എൻഡ് ഓഫ് ദിസ് ആർട്ടറീസ് ഫോർ എന്തെങ്കിലും എത്തറോമയോ എന്തെങ്കിലും ക്ലോട്ടോ ത്രോംബയോ. It's a crucial step in any transaction involving these organs. എല്ലാ സോഫ്റ്റ് ടിഷ്യൂ അറ്റാച്ച്മെൻറ്റ് എക്സ്ക്ലൂഡിംഗ് ദ സ്പെർമാറ്റിക് കോഡ് ഇൻ മെയിൽസ് ആർ റിലീസ്ഡ് as the dissection proceeds laterally and sideലേക്ക് on both side of the pelvis ultimately means in front of the sacrum. In ആണുങ്ങളിൽ with the firm blunt section of the prepubic subcutaneous tissue, spermatic cord on either side may be followed from the inguinal canal to the scrotum. Inguinal canal തൊട്ട് സ്ക്രോട്ടത്തോടും and the testis can be retracted by the defect created before being dissected free and removed together with the other pelvic organs. അതുപോലെ തന്നെ alternatively testis can be removed at a later time once the spermatic cord has been severed. ഇതിനുശേഷം pelvic organs may be dissected free. All the abdominal organs can be reached. Diaphragm is cut away from the internal surface of the body wall over its whole length. To do this, one must carefully place a hand between the diaphragm and the liver and spleen, taking care not to puncture the capsule, protecting those organs. Then proceed towards the left side of the abdominal cavity. അവിടെ placing the left kidney, ureter, adrenal gland from posterior region of the abdomen. Same procedure ആണ് used on the right side, beginning with the right perinephric soft tissue. എല്ലാ retroperitoneal structures and overlying tissues are included in the dissection, which is prolonged retroperitoneally as far back as feasible while still moving towards the spinal column at the midline. അതുപോലെ all the soft tissue organs are retracted anteriorly and protected with one hand, while the other hand employs blunt dissection knife cut to release all the attachments. The spleen, left kidney, left adrenal gland are all brought into this collection of organs, which are now lying free from the posterior body wall as they are also liberated. Para-aortic tissues, അതുപോലെ aorta dissected, leaving just the abdominal wall intact. Right side abdominal organs ഉണ്ട്. നമ്മുടെ liver, right kidney, right adrenal gland are released similarly. Dissection continues behind the liver, kidney and right adrenal gland as well as the more medial tissues moves once again towards the aorta.
മിഡ് ലൈൻ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിട്രോ അയോറട്ടിക് സോഫ്റ്റ് ടിഷ്യൂ ഡിസെക്റ്റഡ് ഫ്രം ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്പൈനൽ കോളം ടു റിലീസ് ദ അയോർട്ട ഫ്രം ഇറ്റ്സ് പോസ്റ്റീരിയർ അറ്റാച്ച്മെൻറ്റ്. Moreover, the mesenteric root is separated from the parietal peritoneum. In this process, organs on the right side will be removed and joined to the ones on the left that were released earlier. അതുപോലെ തന്നെ റിമൈനിങ് അബ്ഡോമിനൽ ഓർഗൻസ് ഉണ്ട്. ഡിയോഡിനോ, സ്റ്റൊമക്കും പാൻക്രിയാസും ഷുഡ് ബി ലിബറേറ്റഡ് ഫ്രം ദെയർ ആങ്കറിംഗ് ടിഷ്യൂസ്. റിമൂവൽ ഓഫ് ദ thoracic organs follow the same principle of disconnecting all surrounding and posterior attachment. Lungs are retracted into the mediastinum. Pleural adhesions severed ആണ്. Organs are released from the spinal column using blunt or sharp dissection. അതുപോലെ തന്നെ ലെഫ്റ്റ് ലങ് റിട്രാക്ട് ചെയ്യുക ബൈ സിവിയറിങ് എനി റിമൈനിങ് പോസ്റ്റീരിയർ അറ്റാച്ച്മെൻറ്റ്. റൈറ്റ് സൈഡ് അതുപോലെ തന്നെ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുക. ഇഫ് നെസസറി ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു എക്സാമിൻ ദ thoracic duct at the time, as its location will be obscured by the chest wall and more difficult to determine in the future. അതുപോലെ തന്നെ ഓൺ ദ റൈറ്റ് സൈഡ് റൈറ്റ് ഓഫ് ദ സ്പൈനൽ കോളം ബിഹൈൻഡ് ദ അയോർട്ട thoracic duct കാണും. റൈറ്റ് ലങ് ഈസ് പ്രൊട്യൂഡഡ് ഫോർവേഡ് ആൻഡ് പുഷ്ഡ് ടു ദ ലെഫ്റ്റ്. നമ്മൾ ഡക്റ്റ് ഐഡൻറ്റിഫൈ ദ ഡക്റ്റ് നെസസിറ്റീസ് കട്ടിങ് ത്രൂ ദ പെരിയേറ്റൽ പ്ലൂറ അറ്റ് ദ ലെവൽ ഓഫ് ടോപ്പ് ലാറ്ററൽ പോർഷൻസ് ഓഫ് ദ thoracic vertebral ബോഡീസിൽ. ടിപ്പിക്കലി ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് 2-3 സെൻറ്റിമീറ്റർ എബോവ് ദ ഡയഫ്രം ആണ്. thoracic duct located below the aorta ആണ്, along the anterior border of the vertebral bodies. അതുപോലെ it also runs between azygos veins hemiazygos veiniൻ്റെ ഇടയ്ക്കൂടാണ് റൺ ചെയ്യുന്നത്. പിന്നീട് പറയുന്നത് ഒരു ലൂസ് ലൈഗേജ് സർക്യൂട്ട് അറൗണ്ട് ദ thoracic duct നമുക്ക് ഹെൽപ്പ് ചെയ്യും. ലോക്കലൈസേഷൻ അതുപോലെ പ്രൊവൈഡ് ലിറേജ് ഫോർ എ precise superior and inferior dissection facilitating its removal. Only remaining structures that prevent a complete removal of the viscera are the soft tissue between the thoracic aorta and superior mediastinum and spinal column, and branches of the major arteries originating from the proximal aorta. The scalpel blade can be used to these big branches and sever the arteries by slicing the soft tissue structures at the thoracic inlet under the medial clavicular region in a lateral and a posterior motion. Dissection of the thoracic inlet is also an extension of the neck incision used to release the cervical tissue. എല്ലാ വിസറലും conglomerates should be released after pulling the upper and the thoracic cervical tissue forward and inferior. All mass can be taken into dissection chamber. Thank you.